എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 25-ാമത് വചനം. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വേ മുന്നോട്ട് മിഴിയട്ടെ എന്നുള്ള വചനമാണ്. എന്താണ് ഈ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്? നല്ലതിനെ നോക്കിക്കാണുവാനും നല്ലതിനെ തിരഞ്ഞെടുക്കുവാനും കഴിയുന്ന ശ്രേഷ്ഠവും ഉത്തമവുമായിട്ടുള്ള ഒരു കണ്ണിന് അവകാശികളായി നാം തീരുന്നു എങ്കിൽ അത് നമ്മെ നന്മയുടെയും ശ്രേഷ്ഠതയുടെയും ഒരു പശ്ചാത്തലത്തിനകത്ത് കൊണ്ടെത്തിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വാക്യത്തിനുള്ളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പല വ്യക്തികളും അനാവശ്യമായിട്ടുള്ളത് കാണുകയും കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതിൽ തൃപ്തിപ്പെട്ട് പിന്നത്തേതിൽ വലിയ നാശങ്ങൾ സംഭവിക്കപ്പെട്ടവരായി തീരുകയും ചെയ്യുമ്പോൾ ന്യായമായതും നല്ലതും ദൈവഹിതമുള്ളതും കാണുവാനും അത് തിരഞ്ഞെടുക്കുവാനും ഇടയാകുന്ന ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുകയും ചെയ്യുന്നു എന്ന് ബൈബിൾ നമ്മെ ആഴമായി ഓർപ്പിക്കുക തന്നെയാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ അതിന് 44 മുതലുള്ളതായി വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യം സംബന്ധിച്ച് ഒരു ഉപമ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യൻ വയൽ തീരത്തുകൂടി നടന്നു പോകുമ്പോൾ ആ വയലിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നിധി ഇരിക്കുന്നത് കണ്ടിട്ട് താനത് ചെന്ന് ഒന്ന് ഒളിച്ചു വെച്ചിട്ട് ഒന്ന് മറച്ചു വെച്ചിട്ട് താൻ പോയി തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് ആ വയൽ താൻ വിലയ്ക്ക് വാങ്ങുവാൻ കാരണമായി തീരുകയാണ്. കണ്ടുനിന്ന ആളുകളൊക്കെ ഉത്തമമായത് ശ്രേഷ്ഠമായത് കളഞ്ഞിട്ട് പ്രയോജനരഹിതമായ വയലിനെ ഇവൻ വിലയ്ക്ക് വാങ്ങുന്നല്ലോ എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ പറയുന്നവരെ സംബന്ധിച്ച് ഈ വയലിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ വിലപ്പെട്ട നിധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇല്ലാത്തതുകൊണ്ട് അവർ പലതും പറയുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ച് തനിക്ക് ഈ വയലിലിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന നിധിയെ കാണുവാൻ കഴിഞ്ഞു എന്നതാണ് പ്രാധാന്യത. കാണേണ്ടതിനെ കൃത്യമായി കാണുവാനും അതിനെ കരസ്ഥമാക്കുവാനുമുള്ള ആ മനുഷ്യൻ്റെ ആഗ്രഹമാണ് താൻ പലതും വിട്ടുകളഞ്ഞിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് താൻ കണ്ടത് കരസ്ഥമാക്കുവാൻ പരിശ്രമിച്ചതെന്നും ഈ വാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നാം പരിശോധിക്കുമ്പോൾ മനുഷ്യ ജീവിതം സംബന്ധിച്ച് ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്, ക്ഷണികമാണ്. പുല്ലുണങ്ങുന്നത് പോലെ, പൂ വാടിപ്പോകുന്നത് പോലെ, നിഴൽ മാറിപ്പോകുന്നത് പോലെ അവസാനിക്കുന്നതാണ്. എന്നാൽ നിത്യത മനുഷ്യ ജീവിതത്തിനുണ്ടെന്ന് തിരിച്ചറിയുന്ന ആ തിരിച്ചറിവ്, ആ കാഴ്ചപ്പാട്, ആ ബോധ്യത, അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുന്നത്. അങ്ങനൊരു കാഴ്ചപ്പാടിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് കഴിയുന്നു എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും മാറ്റിമറിക്കുന്നതും അത് അനുഗ്രഹവും ശ്രേഷ്ഠതയുമാക്കി നമ്മെ കൊണ്ടെത്തിക്കുന്നതുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും ഉത്തമമായതിനെ, ഏറ്റവും ശ്രേഷ്ഠമായതിനെ, ഏറ്റവും ഗൗരവമുള്ളതിനെ കാണുവാൻ, കണ്ട് മനസ്സിലാക്കുവാൻ, അതിനെ സ്വീകരിപ്പാൻ, അതിനനുസരിച്ച് ജീവിപ്പാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരാകാം. അതിനെൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ,
ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനെ ഓർപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നേരെ നോക്കി നടക്കുവാനും നേരുള്ളത് ചൊവ്വുള്ളത് ഞങ്ങൾക്ക് കാണുവാനും ആ നിലകളിൽ ഞങ്ങൾ ജീവിതത്തിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ച് നിലനിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.